ഹലോ ഹായ്. ഇപ്പോൾ യൂട്യൂബിലെ ഷോർട്സിലൊക്കെ മഞ്ജുളാലിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യം പറയുന്ന വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ മുതൽ തേജും പൊന്നും ചോദിക്കുന്നത് അമ്മേമ്മ എവിടെയാണ് ഈ മഞ്ജുളാൽ ഗുരുവായൂരെന്ന്. അതുകൊണ്ടാണ് അത് കാണിച്ചിട്ട് ആദ്യം തുടങ്ങിയത് കേട്ടോ. ഞങ്ങൾ ആദ്യം കുറച്ച് പൂവൊക്കെ മേടിച്ചു. പൂവ് വയ്ക്കലാണല്ലോ ഗുരുവായൂർ വന്ന ആദ്യത്തെ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ പൂവൊക്കെ മേടിച്ചു. മുല്ലപ്പൂവല്ല മേടിച്ചത്, അരളിയും തുളസിയും കിട്ടിയതാണ് മേടിച്ചത്. തേജ പിന്നെ മുല്ലപ്പൂ മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മുല്ലപ്പൂ കൂടി ഒക്കെ മേടിച്ചു. ആദ്യം പൂവൊക്കെ മേടിച്ചതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ തൊഴാൻ പോയത്. നല്ല തിരക്കായിരുന്നു, എന്നാലും കണ്ണനെ നല്ല അടിപൊളിയായിട്ട് കാണാനും തൊഴാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും നടന്ന് കണ്ടു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് പാൽപ്പായസം മേടിക്കണം എന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടൊന്ന് പോയി നോക്കിയത്. പക്ഷെ അവിടെ ഇതായിരുന്നു അവസ്ഥ, ഭയങ്കര ക്യൂ ആയിരുന്നു. അമ്പലത്തിൽ കയറാനുള്ളതിനേക്കാളും ക്യൂ ആയിരുന്നു പായസത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അതവിടെ വേണ്ടാന്ന് വെച്ചു അത്, കാരണം ഞങ്ങൾക്ക് ടൈമില്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞങ്ങളിവിടെ വന്നത്. പിന്നെ ഫോട്ടോ സെക്ഷൻ അത് നിർവഹിച്ചു. ഫോട്ടോസൊക്കെ കുറേ എടുത്തു. അത് കഴിഞ്ഞിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നല്ല പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, എപ്പോൾ വന്നാലും നമുക്ക് അതവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ തോന്നും. നമുക്ക് ടൈം ഉണ്ടാവാറില്ല, എന്നാലും കുറച്ച് നേരം കണ്ടു. പിന്നെ കുറച്ച് കുട്ടി പർച്ചേസൊക്കെ നടത്തി. ഈ കണ്ണനൊക്കെ ഒരുപാടായി ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കുന്നു, ഈ മഞ്ചാടിയിൽ പ്ലേറ്റിലുള്ളത്. അപ്പോൾ ഞാനത് എന്തായാലും ഒന്ന് വാങ്ങി. പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങൾ കൂടെ വന്നിരിക്കുന്നത് പെമ്പടയല്ലേ, അപ്പോൾ എന്തായാലും വേണമല്ലോ. അപ്പോൾ എപ്പോഴും പൊന്നൂന് ഇങ്ങനത്തെ ക്യൂട്ട് ഐറ്റംസൊക്കെ ഇഷ്ടം. അപ്പോൾ പൊന്നു ആ സെക്ഷനിലേക്ക് പോയി. തേജ ഇവിടെ ഇങ്ങനെ വള, മാല അതൊക്കെ നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ തേജ. അങ്ങനെ ഞങ്ങൾ അത് പർച്ചേസ് കഴിഞ്ഞ് പോകുന്നു. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്ന അപ്പോൾ എല്ലായിടത്തുണ്ട്. 6 എണ്ണം 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം. ഒറിജിനൽ കൊന്നേനെ വെല്ലുന്ന കൊന്നപ്പൂവാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ അത് വെറുതെ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ നല്ല ഫ്രെയിംസൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് നല്ല ചൂടായതുകൊണ്ടൊരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ തീരുമാനിച്ചു. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു. നല്ല വെയിലാണ്, റിട്ടേൺ പോരുകയാണ്, ഫുട്പാത്തിൽ കൂടെ നടന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് യാത്ര പറഞ്ഞു. KSRTCയിലാണ് തിരിച്ചു പോകുന്നത്. KSRTC യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എപ്പോഴും KSRTCയിൽ യാത്ര ചെയ്യാനാണ് എനിക്കിഷ്ടം. നമ്മൾ ഉച്ചയ്ക്ക് ആ ടൈമിലാണ് പോരുന്നത് തിരിച്ചിട്ട്. പക്ഷേ ക്ലൈമറ്റ് കണ്ടാൽ നിങ്ങൾക്കറിയാം, നല്ല മഴക്കാറൊക്കെ, നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട്. നന്നായി ഇരുണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ബസ്സിലെ ഷട്ടറൊക്കെ താത്തി, മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഷട്ടറൊക്കെ താത്തിയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പിന്നെ പോകുന്നത്. നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ എവിടെ യാത്ര പോയാലും ഇപ്പോൾ ഈ ഡേറ്റ് തിരിച്ച് പോരുമ്പോൾ ഒരു മഴ കിട്ടാറുണ്ട്. അതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.